നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ മകൾക്ക് വേണ്ടി ലക്ഷങ്ങളല്ല കോടികൾ ഇറക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാണ്. ഇപ്പോഴിതാ അതാണ് സംഭവിച്ചതും. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലുള്ള കേസ് വാദിക്കാൻ KSIDC ഇറക്കിയത് സുപ്രീം കോടതിയിൽ അയോധ്യ രാമ ജന്മഭൂമി കേസ് രാംലല്ലയ്ക്ക് വേണ്ടി ഹാജരായ CS വൈദ്യനാഥൻ എന്ന അഭിഭാഷകനെ. ഹൈക്കോടതിയിൽ കഴിഞ്ഞ 24-ന് ഓൺലൈനായി ഹാജരായ ഇദ്ദേഹം ഒറ്റ ദിവസത്തെ ഫീസായി 25 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് KSIDCക്ക് കത്ത് നൽകി. പുറമെ ഓഫീസ് ചാർജും നൽകണം. തുടർന്നുള്ള സിറ്റിംഗുകളിലും ഇദ്ദേഹം തന്നെ ഹാജരാകുമെന്നാണ് സൂചന. വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ CMRL 13.4% അഥവാ 1.05 കോടി രൂപയുടെ നിക്ഷേപം വ്യവസായ വകുപ്പിന് കീഴിലെ KSIDCക്കുണ്ട്. എക്സാലോജിക്കും CMRലും തമ്മിലുള്ള പണമിടപാട് സംബന്ധിച്ച് KSIDC നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്നും കണ്ടെത്തിയതിനെ തുടർന്ന് കമ്പനി നിയമം 210 പ്രകാരമുള്ള അന്വേഷണം കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം നടത്തുന്നു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണമെന്ന ഹൈക്കോടതിയിലെ ഹർജിയിൽ 4ാം എതിർകക്ഷിയുമാണ് KSIDC. അന്വേഷണ കുരുക്ക് മുറുകുന്ന സാഹചര്യത്തിലാണ് മുതിർന്ന അഭിഭാഷകനെ സമീപിച്ചത്. പൂർണ്ണമായി സർക്കാർ ഉടമസ്ഥതയിലുള്ള KSIDCയുടെ മാനേജ്മെന്റ് സർക്കാർ നിർദ്ദേശമില്ലാതെ ഇതിന് മുതിരില്ല. വീണയ്ക്കെതിരെയുള്ള കുരുക്കുകൾ കൂടുതൽ മുറുകുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു നീക്കവുമായി സർക്കാർ എത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനിക്കെതിരെ അന്വേഷണം ആരംഭിച്ച് കേന്ദ്ര ഏജൻസി രംഗത്ത് വന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള രജിസ്റ്റർ ഓഫ് കമ്പനീസ് CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം ആരംഭിച്ചത്. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റേതാണ് ഉത്തരവ്. വീണ വിജയന്റെ കമ്പനി കൈപ്പറ്റിയ തുകയെക്കുറിച്ചാണ് പ്രധാനമായും അന്വേഷിക്കുക. 4 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. 3 അംഗ ഉദ്യോഗസ്ഥ സംഘത്തിനാണ് അന്വേഷണ ചുമതല. കർണാടക ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വരുൺ BS, ചെന്നൈ ഡെപ്യൂട്ടി ഡയറക്ടർ KA ശങ്കരനാരായണൻ, പോണ്ടിച്ചേരി ROC A ഗോകുൽനാഥ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂരിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് വിശദമായ അന്വേഷണത്തിന് ഉത്തരവായത്. കരിമണൽ കമ്പനിയായ CMRലിനെതിരെയും പൊതുമേഖലാ സ്ഥാപനമായ വ്യവസായ വികസന കോർപ്പറേഷനെതിരെയും അന്വേഷണമുണ്ട്. എക്സാലോജിക്കിന് CMRL 1.72 കോടി രൂപ അനധികൃതമായി നൽകിയെന്ന് നേരത്തെ ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു. എന്നാൽ തുക കൈപ്പറ്റിയത് നൽകിയ സേവനത്തിനാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു എക്സാലോജിക്ക്. ഇത്രയും കാലമായിട്ടും വിഷയത്തിൽ വീണ ഇതുവരെ പ്രതികരണം നടത്തിയിട്ടില്ല. ഭർത്താവ് റിയാസും മൗനം തുടരുകയാണ്. ഏതായാലും ലക്ഷങ്ങൾ എത്ര മുടക്കിയാലും വജ്രായുധം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറക്കിയിരിക്കുന്നത്. പുറത്തുനിന്ന് അഭിഭാഷകൻ എത്തിച്ച പ്രധാനപ്പെട്ട കേസുകളും നൽകിയ ഫീസും ഇതൊക്കെയാണ്. മട്ടന്നൂർ ഷുഹൈബ് കേസ് 96,34,000, പെരിയ ഇരട്ടക്കൊലക്കേസ് 1,14,00,000, നിയമസഭാ ആക്രമണ കേസ് 16,50,000, സോളാർ കേസ് 1,20,00,000, ഇതര സംസ്ഥാന ലോട്ടറി കേസ് 1,78,00,000, ലൈഫ് മിഷൻ കേസ് 55 ലക്ഷം, ചെറുവള്ളി എസ്റ്റേറ്റ് കേസ് 16,50,000, രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കേസ് 60 ലക്ഷം എന്നിങ്ങനെയാണ്. ഇപ്പോഴിതാ ഇതും.